ഗൈസ് അപ്പം നെയ്യാട്ടാമാണ് ഇത്. വെൽക്കം ബാക്ക് ആൻഡ് ഗൈസ്. അപ്പം രാവിലെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പം 5:20 ചേട്ടാ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് എന്ന് പറയുന്നത് പുട്ടുണ്ട്, കടലക്കറി ഉണ്ട് കേട്ടോ. പുട്ട്, കടലക്കറി. അപ്പം നേരെ കഴിക്കാം ഗൈസ്. അപ്പം പുട്ടെടുത്ത് വയ്ക്കണം, കടലക്കറി ഇങ്ങനെ എടുക്കുക. ഗൈസ് വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ചെയ്യുക. കടല മാത്രമല്ല, കടല, ഉരുളക്കിഴങ്ങ്, തക്കാളി ഉണ്ട് കേട്ടോ. സൂപ്പർ. ഗൈസ് അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 7 to 2 വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 5 ഓവറിന് 150, 7 ഓവറിന് 175 കേട്ടോ. അപ്പം നേരെ വീടിയിലോട്ട് ഗൈസ്. അപ്പം എണ്ണ അടിച്ചിട്ട് പോവാം. അപ്പോൾ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ചെന്നാലേ എണ്ണ കിട്ടും. ഓക്കെ, 180. ഗൈസ് അപ്പോൾ ഇന്നത്തെ വില എന്ന് പറയുന്നത് 115 രൂപ 49 പൈസ കേട്ടോ. ഡെൻസിറ്റി 830, 180 രൂപയ്ക്ക് 1.56 ലിറ്റർ. കേട്ടില്ല, ചെറിയ ചാനലുണ്ട് യൂട്യൂബ്, ചെറിയൊരു യൂട്യൂബ് ചാനലിൻ്റെ പേരാ. ക്യാമറ ഞാൻ വാങ്ങിച്ചപ്പോൾ എല്ലാം കൂടെ 20,000 രൂപ. ക്യാമറ, മെമ്മറി കാർഡ്, മറ്റേ ചെസ്റ്റ് ബാൻഡ്. ഇപ്പം അതിൽ ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റും. നേരത്തെ ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റും. കേട്ടില്ല. സമയം കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1.25 മണിക്കൂറൊക്കെ കിട്ടും. കണ്ടിന്യൂസ് അങ്ങനെ ചെയ്യൂലല്ലോ, ഇടയ്ക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1.52 ലിറ്റർ കിട്ടി കേട്ടോ. അതായത് 1 ലിറ്ററും 520 ml. അപ്പം നമുക്ക് അടുത്ത ജംഗ്ഷൻ ചെന്നിട്ട് റൈറ്റാണ് കയറിപ്പോയുള്ളത്. ഗൈസ് നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ അടിച്ചെന്ന് പറയുന്നത് ബോട്ടർ ചിന്നൂസ് ആണ് കേട്ടോ. ഫസ്റ്റ് ഓവർ അടിച്ച സമയം 8:01. ഇന്ന് 1 മണിക്കൂർ കഴിഞ്ഞു. കറക്റ്റ് 7:04 നമ്മൾ ഇത് ഓൺലൈൻ ആയിട്ടുണ്ട് കേട്ടോ. ചുള്ളിമാനൂർ എത്തിയപ്പോഴേ ഓൺലൈൻ ആവാൻ പറ്റി. ഷാഡോ ഫെക്സ് ഓണാക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ പണി കിട്ടും കേട്ടോ. ചിലപ്പം അത് ഫുഡ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓർഡർ അടിക്കും. സൊമാറ്റോന്ന് 1 മണിക്കൂർ ഒരു ഓർഡർ പോലും ഇല്ലേ. 7 മണി തൊട്ട് 7:04 തൊട്ട് പിന്നെ 7:04 തൊട്ട് 8:01 വരെ ഒരു ഓർഡർ അടിച്ചില്ല. 1 മണിക്കൂർ പോയി കേട്ടോ. കാറ് കയറി പറഞ്ഞു നോക്കിയാൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും? നമ്മൾ മാനത്തൂടെ പറന്നു പോകണം. ഇമാതിരി ഓവർടേക്കിങ്ങാണ്. ഇന്ന് അവധി ദിവസം എന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. അവധി ദിവസം തന്നെ, പക്ഷേ പിന്നെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂള് ഉച്ചവരെയൊക്കെ ചിലപ്പോൾ കാണും. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉച്ചവരെ സ്കൂളുണ്ടായിരുന്നു. പായസമൊക്കെ എടുത്ത് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. തിരക്കില്ലെങ്കിലേ രസമുള്ളൂ കേട്ടോ ഫുഡിൽ അറിയാം. തിരക്കാണെങ്കിൽ ഭയങ്കര പാടാണ്. കെട്ടി വെച്ചിരിക്കുന്നു, പോസ്റ്റ് ഒഴിച്ച് കെട്ടി വെച്ചില്ല കേട്ടാ. പോലീസ് കെട്ടി വെച്ചിരുന്നു, പോസ്റ്റ് കെട്ടി വെച്ചിരുന്നു. ഇടിച്ചു ഒടിഞ്ഞു കേട്ടോ. കാറ് കാണാനില്ല, പക്ഷെ തനിയെ എങ്ങനെ ഓടിയൂല. എന്തായാലും കാറും വേറെ ഒന്നും കാണാനില്ല. ഇത് കണ്ടോ, പോസ്റ്റ് ഒടിഞ്ഞിരിക്കുന്നു കേട്ടാ, കെട്ടി വെച്ചിരിക്കുന്നു, മറ്റേല് പിടിച്ചു. ഇതാണ് സംഭവം എന്ന് പറഞ്ഞൂടാ. അപ്പൊ ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 8155.
ഇപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് പൂരി മസാല, പിന്നെ ഏകദേശം കൊടുക്കാനുള്ള 4 ഇവിടുന്ന് 3.3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ചെഞ്ചാർ ലൈൻ അങ്ങനെ എന്തോ ലൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിഗ്നലുണ്ട്, കയറി പോവാം. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 38 രൂപ 24 പൈസ കിട്ടിയത് കേട്ടോ. അപ്പോൾ എവിടെയാണ് കൊടുത്തത്? അപ്പോൾ നേരെ വെച്ച് പിടിക്കാം. അവിടുത്തെ ഓവർ അടിച്ചിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഓവർ കിട്ടിയാലേ കൊള്ളാവും കേട്ടോ. രസമുള്ളൂ. പക്ഷെ ഇപ്പോൾ ആദ്യത്തെ സെൽഫി വന്നിട്ടുണ്ട്. ഇവിടെ ഒതുക്കിയിട്ട് എടുക്കാം. ഭണ്ഡാരം, എന്തൊരു കഷ്ടം. സെൽഫി എപ്പോൾ ആക്കിയാലും സെൽഫി. പുതിയൊരു ബാഗ് വാങ്ങിക്കണം കേട്ടോ. സെൽഫി. അപ്പോൾ സെൽഫി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വരും കേട്ടാ. ഒരു പ്രാവശ്യമൊന്നും അല്ല, ഇനിയും സെൽഫി ഉണ്ട്. ഒരു പ്രാവശ്യമാണെങ്കിൽ പിന്നെ ഇങ്ങനെ നോക്കാമായിരുന്നു. ഇത് ചറവറ സെൽഫി. ആദ്യം ബാഗിൻ്റെ, പിന്നെ മുഖം, ചിലപ്പോൾ പിന്നെയും ബാഗിൻ്റെ വരും. ഈ സമയത്തൊന്നും കുഴപ്പമില്ല. പെരും മഴയത്ത് സെൽഫി എടുക്കും. അതാണ് ദേഷ്യം പറഞ്ഞത്. എൻ്റെ പൊന്നോ. നോക്കിയാണ് കാഴ്ച. ഒരു ലോറി റോങ് കയറ്റിയിട്ടങ്ങനെയുണ്ട. ഇത്രയും തിരക്ക് പിടിച്ച റോട്ടിൽ ഇങ്ങനെ കൊണ്ടിട്ട എന്ത് ചെയ്യും മാരെ? എന്തൊരു തോന്നിയാസം. നമ്പർ HR 55 AS 0289. ഇതെന്തൊരു ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കണേ? അയ്യയ്യേ, ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഇത്രയും സ്ഥലം ഇവിടെ കിടക്കണേ. കൊണ്ടിട്ടേക്ക് നോക്കിയാണ് റോഡിന്റെ പകുതി. ഇത്രയും തിരക്കൊടിച്ച റോഡിൽ ഇങ്ങനെ കൊണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇവിടെയൊക്കെ നടക്കൂല കേട്ടോ, വെളി രാജ്യത്ത് നടക്കൂല. എന്നാൽ എപ്പ തൂക്കി എടുത്തോണ്ട് പോയെന്ന് വെച്ചാൽ ഏകദേശം. രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം വയ്യമാറാണ് കേട്ടോ. ചെറിയ ഓർഡർ കേട്ടോ. ഒരു ലോങ് പോവാൻ കൊതിക്കുന്നു. ഏകദേശം വണ്ടിക്ക് ചെറിയ വലിവിൻ്റെ കുഴപ്പമുണ്ട് കേട്ടോ. ചെറിയ പുള്ളിങ്ങിൻ്റെ വിഷയമുണ്ട്. ട്യൂണിങ് അന്ന് CD യൂണിറ്റ് കംപ്ലൈൻ്റ് ആയ സമയത്ത് ട്യൂണിങ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. ഈ ട്യൂണിങ്ങിൻ്റെ കുഴപ്പമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കറക്റ്റ് ട്യൂണിങ് അല്ല കിടക്കുന്നത്. ചെന്നിട്ട് നോക്കാം കേട്ടോ. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഇന്നലെ തൊട്ടാണ് എനിക്കത് മനസ്സിലായി. ഇന്ന് ചെന്നിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, ഫുഡ് റെഡി ആയിട്ടുണ്ട്. സംസം വയ്യപ്പാറാണ് കേട്ടോ. ഇവിടെയാണ് ഫുഡ്. ഇന്ന് സ്വാതന്ത്ര്യ ദിനം ഉണ്ട് കേട്ടോ. എല്ലായിടത്തും പതാകയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റാണ് കേട്ടോ. 1517. ഏകദേശം ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ദോശ, ചായ, മസാല ദോശയുണ്ട്. പ്ലെയിൻ ദോശ, ചായ, മസാല ദോശ. അപ്പോൾ ഇവിടെ അടുത്താണ് കൊടുക്കാനുള്ളത്. നന്ദൻകോട് നിന്ന് കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ. ഇവിടെ ഒരു 750 മീറ്ററേ ഉള്ളൂ കേട്ടോ.
ഇനി ഒരു 600 മീറ്ററേ ഉള്ളൂ ഇവിടെ അടുത്ത് കൊടുക്കാനാണ്. 25 രൂപ കിട്ടും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു. സ്വാതന്ത്ര്യ ദിനമായിട്ട് തിരക്കില്ലെന്നാണ് വിചാരിച്ചത്. ഇപ്പൊ മുടിഞ്ഞ തിരക്ക് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടാണ് പോകാനുള്ളത്. നേരെ വെച്ച് പിടിക്കാം, ഒറ്റ വിടക്കം. ഒരു 120 മീറ്ററേ ഉള്ളൂ കേട്ടോ. ഈ ഭാഗത്താണ് മിക്കവാറും ഇവിടെ എവിടെയാണ് പോകാം. ഒതുക്കിയിട്ട് നോക്കാം. ഇവിടെ ഏതോ ഫ്ലാറ്റ് ആണെന്നാണ് തോന്നുന്നത്. DPRA6 എന്നാണ് കൊടുത്തത്. DPRA6 ഗൈസ്. അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25 രൂപ കിട്ടിയത്. ഗൈസ് അപ്പോൾ ഹെവൻലി വേൾഡ് കഫേ ആണ് നമ്മളെ ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹെവൻലി വേൾഡ് കഫേ, അതാണ് നമ്മളെ ലാസ്റ്റ് ഓർഡർ. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 1.2 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം, പെട്ടെന്ന് നിന്ന് എടുക്കാം കേട്ടോ, സമയമായി. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 7 ഓർഡറിന് 218 രൂപ ഇൻസെൻറ്റീവ്. 4 ഓർഡറിന് 175 കാണുന്നു കേട്ടോ. ഗൈസ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കട കേട്ടോ. അതുകൊണ്ട് അവിടെയാണ് കട. അതുകൊണ്ടതാണ്. ഫുഡ് റെഡി ആയിട്ടില്ല. ഗൈസ് അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പൊ ബർഗറാണ് കേട്ടോ, ബർഗറാണ് എടുത്തത്. അപ്പൊ കൊടുക്കാനുള്ളത് കാട്ടാക്കടയാണ്. കാട്ടാക്കട ചാരിപാറ റോഡ് ഇട്ടിട്ടുണ്ട്. എവിടെയാണ് എന്തൊക്കെയാണെന്നും അറിഞ്ഞോളൂ കേട്ടോ. ഇവിടുന്ന് 1.4 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് 1:48. എങ്ങോട്ടാണ് പോവാനുള്ളത്? ഓക്കെ, സെറ്റ്. ഒന്ന് 48 സമയം. അപ്പോൾ ഫുഡ് കഴിക്കണം. ഇതും കൂടെ കൊണ്ട് കൊടുത്തിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. ഗൈസ് അപ്പം അവിടുന്ന് റൈറ്റാണ് കയറി പോകാനുള്ളത്. ഗൈസ് അപ്പം ഓടിച്ച് നെയ്യാർ വന്നു കേട്ടാ. നെയ്യാർ ഡാമാണ്. അവിടെ ഒരു ആശ്രമം ഉണ്ട് കേട്ടോ, അവിടെയാണ് കൊടുക്കാൻ വന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചു. ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് പോവാം. ഗൈസ് അപ്പം നെയ്യാർ ഡാമാണ് വരുന്നത്. ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കിട്ടിയത് പിന്നെ 20, 30, 37 രൂപ 22 പൈസയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഗൈസ് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം സൊമാറ്റോയിൽ ടോട്ടൽ കിട്ടിയെന്ന് പറയുന്നത് 631 രൂപ 02 പൈസയാണ്. 9 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 1:30 ഒരു ഓർഡർ അടിച്ച് നേരെ നെയ്യാർ ഡാം അവിടെയാണ് കൊടുക്കാനുള്ളതായിരുന്നു. അങ്ങനെ അവിടുന്ന് പോയിട്ട് വന്നപ്പോൾ അടുത്തൊരു ഓർഡർ അടിച്ച് 2:08 ലാസ്റ്റ് ഓർഡർ അടിച്ചത് കാട്ടാക്കടയിൽ നിന്ന്. അപ്പോൾ അതും കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 146 രൂപ ഇൻസെൻറ്റീവ് ആണ് കേട്ടോ. 4 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 146 രൂപ അന്ന് സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല 12 to 2 ഓരോ ഓർഡറിനും 30 രൂപ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.